ഒരിക്കൽ അദ്രിക എന്നൊരു അപ്സരസിന് ബ്രാഹ്മണ ശാപത്താൽ ഒരുപാട് കാലം ഭൂമിയിൽ ഒരു മത്സ്യമായി കഴിയേണ്ടി വന്നു. ചേതി രാജ്യം ഭരിച്ചിരുന്ന ഉപരിജൻ എന്ന രാജാവ് ഒരു നാൾ നായാട്ടിനായി വനത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ബീജത്തിന്റെ ഒരംശം നദിയിലെത്തുകയും അത് മത്സ്യമായി ജീവിക്കുന്ന അദ്രിക വിഴുങ്ങുകയും ഉണ്ടായി. പിന്നീട് ഒരു കൂട്ടം മുക്കുവന്മാർ ഈ മത്സ്യത്തെ പിടിച്ച് മുറിച്ചു നോക്കിയപ്പോൾ അതിന്റെ വയറിനകത്ത് ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും കാണുകയുണ്ടായി. അദ്രികയ്ക്ക് അതോടെ ശാപമോക്ഷമുണ്ടായി. മുക്കുവർ അപ്പോൾ തന്നെ 2 കുട്ടികളെയും മുക്കുവ രാജാവായ ദാശരാജാവിനെ ഏൽപ്പിച്ചു. അദ്ദേഹമാകട്ടെ 2 കുട്ടികളെയും ചേതി രാജാവായ ഉപരിജനു തന്നെ കാഴ്ചവെച്ചു. ഉപരിജൻ ആൺകുട്ടിയെ സ്വീകരിക്കുകയും പെൺകുട്ടിയെ ദാശരാജാവിന് തന്നെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. അവളെ ദാശരാജാവ് സ്വന്തം പുത്രിയായി വളർത്തുകയും അവൾക്ക് സത്യവതി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. സത്യവതിയുടെ ശരീരത്തിന് ജന്മനാ തന്നെ ഒരു മത്സ്യഗന്ധമുണ്ടായിരുന്നു. തന്റെ യൗവനമെത്തിയപ്പോൾ സത്യവതി യാത്രക്കാരെ യമുനാ നദിയുടെ മറുകരയിലെത്തിക്കുന്ന കടത്തുവഞ്ചി തുഴയുന്ന ജോലി ഏറ്റെടുത്തു. ഒരു നാൾ മഹാതപസ്വിയായ പരാശര മഹർഷി അതിരാവിലെ തന്നെ അവിടെ എത്തുകയും നദി കടക്കുവാനായി സത്യവതിയുടെ വഞ്ചിയിൽ കയറുകയും ചെയ്തു. പതിവ് പോലെ അവൾ മഹർഷിയുമായി മറുകരയിലേക്ക് പുറപ്പെട്ടു. നദീമധ്യത്തിലെത്തിയപ്പോൾ അതിസുന്ദരിയായ സത്യവതിയിൽ മഹർഷി ആകൃഷ്ടനാവുകയും അദ്ദേഹത്തിന്റെ മനസ്സ് കാമമോഹിതമാവുകയും ചെയ്തു. സത്യവതി ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നീട് മഹർഷിയുടെ തപോശക്തിയെ ഭയന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വഴങ്ങുവാൻ സമ്മതിച്ചു. നേരം പുലർന്നതിനാൽ 2 തീരങ്ങളിലും യാത്രക്കാരും നദിയിൽ പ്രഭാതകൃത്യങ്ങൾക്കായി വന്നിട്ടുള്ള മഹർഷിമാരും ഉണ്ടായിരുന്നു. അവരുടെ ദൃഷ്ടിയിൽ പതിയാതിരിക്കാൻ മഹർഷി തന്റെ തപശക്തിയാൽ വഞ്ചിക്കു ചുറ്റും ഒരു മഞ്ഞുമറയും ആ മൂടൽമഞ്ഞിനുള്ളിൽ ഒരു കുഞ്ഞു ദ്വീപും സൃഷ്ടിച്ചു. മഹർഷിയുടെ അനുഗ്രഹത്താൽ സത്യവതിയുടെ ശരീരത്തിലെ മത്സ്യഗന്ധം പോവുകയും പകരം ശരീരത്തിൽ നിന്നും ഒരു സുഗന്ധം വമിക്കുവാനും തുടങ്ങി. ആ ദ്വീപിൽ വെച്ച് തന്നെ മഹർഷി സംഗമത്താൽ സത്യവതി ഗർഭിണിയാവുകയും അത്ഭുതമെന്നോണം അപ്പോൾ തന്നെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പരാശരനാൽ ജനിച്ച ആ ശിശു പിറന്നയുടനെ തന്നെ വളർന്ന് തന്റെ കൗമാരപ്രായമെത്തി. ഇതെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ടു നിന്ന തന്റെ അമ്മയെ നോക്കി അവൻ പറഞ്ഞു, താൻ പിതാവിനൊപ്പം തപസ്സിനായി പോവുകയാണ്. അമ്മ വിഷമിക്കരുത്. അമ്മ എന്നെ എപ്പോൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ നിമിഷം ഞാൻ അമ്മയുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. കൃഷ്ണദ്വയപായനൻ എന്ന് നാമകരണം നടത്തിയ അവൻ തന്റെ പിതാവിനൊപ്പം തപസ്സിനായി വനാന്തരങ്ങളിലേക്ക് പോയി. അദ്ദേഹമാണ് പിന്നീട് വേദങ്ങളെ വ്യസിച്ചവൻ എന്ന അർത്ഥത്തിൽ വേദവ്യാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ശേഷവും കാലങ്ങളോളം സത്യവതി തന്റെ കടത്തുവഞ്ചി തുഴഞ്ഞുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് നയിച്ചു. എന്നാൽ പരാശര സംഗമത്തിന്റെ അടയാളമായി ആ സുഗന്ധം അവളുടെ ശരീരത്തെ വിട്ടുപോയതേയില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.